രാവിലെ അല്ല നമ്മളെ സപ്ലൈക്ക് ഒരു സ്റ്റോറി നോക്കണ്ടേ? അത് നോക്കുമ്പോണ്ടല്ലോ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു 3 സാധനങ്ങൾ ഉണ്ടായിരുന്നു. 3 ഇവിടെ മാവൂർ റോട്ടിലെ ഔട്ട്ലെറ്റിലല്ലേ നമ്മളന്ന് ചെയ്തേ? അതെ. അപ്പൊ ഇത്തവണ അത് കുറഞ്ഞിട്ടുണ്ടോ കൂടി നോക്കണം. അവിടെ തന്നെ പോവാ അല്ലേ? അവിടെ തന്നെ പോയി. ഓക്കെ. കാര്യമാണല്ലോ. സാധനങ്ങളൊക്കെ കിട്ടിയോ? സാധനങ്ങളൊന്നും കിട്ടിയില്ല. എന്തൊക്കെയാ കിട്ടിയത്? കുറച്ച് സാധനം കിട്ടിയിട്ടുണ്ട്. പുറമേന്ന് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ഇവിടുന്ന് വാങ്ങിയത്. അല്ലാതെ ഒരു ലാഭം പ്രതീക്ഷിച്ച് വന്നിട്ട് അതൊന്നും കിട്ടിയില്ല. അവശ്യ സാധനങ്ങളായ പരിപ്പ്, ചെറുപയർ ഇതൊന്നുമില്ല. അരിയില്ല, ഇങ്ങനത്തെ സാധനമൊന്നുമില്ല. എല്ലാം ചോദിച്ചാലും ഇല്ല എന്ന് തന്നെ മറുപടി. ഒന്നും കിട്ടിയില്ല. എന്തിനും വേണ്ട ഇവിടെ മറ്റേ വർഷത്തിലെ അനിയന് ആര് പുള്ളിക്കാരന്മാർക്കും മറ്റേ എല്ലാ സാധനവും അവിടെ എത്തിപ്പോയി. എല്ലാ ഒരു കുന്തം എത്തിയില്ല. അതിൻ്റെ ദൂഷ്യഫലങ്ങളാണല്ലേ ഒരു സീറ്റായി പോയത്. 20 സീറ്റിൽ ആ ഒരു സീറ്റ് കിട്ടാൻ കാരണം എന്ത്? ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. വെറുതെ വന്ന് മടിയുമ്പോഴാണ് ഒരു സാധനം കണ്ട് നമ്മൾ മറ്റേ പെട്രോളിന് പൈസ നഷ്ടം. എല്ലാം കിട്ടിയോ ആവശ്യത്തിന്? കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയില്ലേ കാര്യത്തിൽ. ഇനിയൊക്കെ പുറത്ത് പോയി പഠിക്കുന്നു. സബ്സിഡീൻ്റെ സാധനം മുഴുവനില്ല. പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് അവിടെ നാട്ടിൽ നിന്ന് പീടിയെന്ന് വാങ്ങിയാൽ പോരെ. സബ്സിഡി ഉണ്ട് വിചാരിച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വന്നത്. അത് മഴയത്ത് വെട്ടിപ്പിടിച്ച് ഇങ്ങോട്ട് വരേണ്ട വല്ല ആവശ്യമുണ്ടോ? നമുക്ക് നാട്ടിൽ നിന്ന് വാങ്ങിയാൽ പോരെ. ഇതേ നാട്ടിലതേ വിലയാണ് ഇവിടെ ഉള്ളത്. ജനങ്ങൾക്കും മടുത്തുപോയി. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. എന്തായി ഇവിടെ അന്നത്തേക്കാൾ മോശം അവസ്ഥ ചേട്ടാ. അയ്യോ, ഉഴുന്നും വെളിച്ചെണ്ണയും. ആൾക്കാർ ഇടക്ക് വരുന്നുണ്ട്, പക്ഷെ സാധനം കിട്ടാണ്ട് ഇങ്ങനെ തിരിച്ചു പോവാ. നീ നോക്ക്, എന്താന്ന് വെച്ചാൽ കഷ്ടം തന്നെ കാര്യം. സബ്സിഡി സാധനങ്ങൾ കിട്ടാതെ കാലി സഞ്ചിയുമായി തിരിച്ചു മടങ്ങുകയാണ് ജനങ്ങൾ. ഇതൊക്കെയൊന്ന് ശരിയാക്കിയാൽ തന്നെ നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ രക്ഷപ്പെടും. നിങ്ങളും. ജോബ് ടിക്കോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.